മഹാഭാരതം 5. ശ്രീകൃഷ്ണ അർജുന സംവദ് 2. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. അഹല്യയെ അപമാനിച്ചതിന് ഗൗതമന്റെ ശാപത്താൽ ഇന്ദ്രൻ അന്ധനായി. വിശ്വാമിത്രന്റെ ശാപത്താൽ ഇന്ദ്രന് തന്റെ വൃഷണങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു ആടിന്റെ വൃഷണങ്ങൾ ലഭിച്ചു. അശ്വിനി ദേവന്മാർ തങ്ങളുടെ പങ്ക് നൽകുന്നത് തടയാൻ വജ്രായുധം ഉയർത്തിയപ്പോൾ സിയാവനർഷി മഹർഷി ഇന്ദ്രന്റെ കൈകൾ നിശ്ചലമാക്കി. യാഗത്തിന്റെ പരാജയത്തിൽ കോപാകുലനായ ദക്ഷൻ വലിയ തപസ്സു ചെയ്ത് രുദ്രന്റെ നെറ്റിയിൽ മറ്റൊരു കണ്ണു സൃഷ്ടിച്ചു. ത്രിപുരയെ നശിപ്പിക്കാൻ ദീക്ഷ സ്വീകരിച്ച രുദ്രനെ ശുക്രാചാര്യർ പരീക്ഷിച്ചു. അദ്ദേഹം മുടി കീറി കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവയിൽ നിന്ന് ജനിച്ച സർപ്പങ്ങൾ കാരണം രുദ്രന്റെ തൊണ്ട നീലയായി. മുൻ ജന്മത്തിൽ നാരായണൻ അദ്ദേഹത്തിന് നീലകണ്ഠവും നൽകിയിരുന്നു. അമൃതപതിയുടെ കാലത്ത് അങ്കിരസ ബൃഹസ്പതി ഉപവസിച്ചപ്പോൾ അദ്ദേഹം ഉപവസിച്ചിരുന്ന വെള്ളം ശുദ്ധമായിരുന്നില്ല. അപ്പോൾ ബൃഹസ്പതി കോപത്തോടെ പറഞ്ഞു, ഞാൻ തപസ്സു ചെയ്തതിനാൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, ഞാൻ അശുദ്ധനായി. ഇനി മുതൽ മത്സ്യം, മുതലകൾ, ആമകൾ തുടങ്ങിയ മൃഗങ്ങളാൽ നിങ്ങൾ മലിനമാകും. അന്നുമുതൽ എല്ലാ വെള്ളവും ജലജീവികളാൽ സങ്കീർണമായി. ദ്വാഷ്ടന്റെ മകൻ പ്രപഞ്ചത്തിന്റെ രൂപത്തിലുള്ള ദേവന്മാർക്ക് ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ദേവന്മാർക്ക് നേരിട്ടും അസുരന്മാർക്ക് പരോക്ഷമായും ഒരു പങ്ക് നൽകിയിരുന്നു. ഈ അവസരത്തിൽ ഹിരണ്യകശിപുവും മറ്റ് അസുരന്മാരും പ്രപഞ്ചത്തിന്റെ മാതാവായ സ്വസ്രുവന്റെ അടുക്കൽ വന്നു പറഞ്ഞു, അമ്മേ, 3 തലകളുള്ള നിങ്ങളുടെ മകൻ ദ്വാഷ്ടൻ പ്രപഞ്ചത്തിന്റെ രൂപത്തിലുള്ള ദേവന്മാർക്ക് ഒരു പുരോഹിതനാണ്. നേരിട്ടും അല്ലാതെയും ഒരു പങ്ക് നൽകുന്നു. ഇതിൽ നിന്ന് ദേവന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കുറയുന്നു. അവനെ വിളിച്ച് ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരിക. ഒരിക്കൽ വിശ്വരൂപൻ നന്ദന്റെ അടുത്തെത്തിയപ്പോൾ അവന്റെ അമ്മ ചോദിച്ചു, മകനെ, നീ എന്തിനാണ് മറ്റ് ഗ്രൂപ്പുകളെ വർദ്ധിപ്പിക്കുകയും നിന്റെ അളിയന്റെ ഗ്രൂപ്പുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നത്? ഇത് ചെയ്യരുത്. അമ്മയുടെ വാക്കുകൾക്ക് വഴങ്ങാതെ വിശ്വരൂപൻ ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് വന്നു. ഹിരണ്യകശിപുവിന്റെ മകനായ വസിഷ്ഠൻ മുനി ഹിരണ്യകശിപുവിനെ ശപിച്ചു. നീ മറ്റൊരു ഭർത്താവിനെ തെരഞ്ഞെടുത്തതിനാൽ നിന്റെ യാഗം വിജയിച്ചേക്കില്ല. ഒരു അപൂർവ മൃഗം നിന്നെ കൊല്ലും. വസിഷ്ഠൻ ശപിച്ചു. ശാപം ലഭിച്ച ഹിരണ്യകശിപുവിനെയും അതേ രീതിയിൽ കൊന്നു. അതിനാൽ വിശ്വരൂപൻ തന്റെ അമ്മയുടെ കുടുംബം വർദ്ധിപ്പിക്കാൻ കഠിനമായ തപസ് ചെയ്തു. ഇന്ദ്രൻ തന്റെ പ്രതിജ്ഞ ലംഘിക്കാൻ അപ്സര പെൺകുട്ടികളെ നിയമിച്ചു. അവരെ കണ്ടപ്പോൾ അസ്വസ്ഥനായ ദ്വാഷ്ടരൻ അവരിൽ താൽപര്യം പ്രകടിപ്പിച്ചു. അവൻ ശക്തനാണെന്ന് അറിഞ്ഞപ്പോൾ അപ്സര പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ പോകും. അവൻ പറഞ്ഞു, നിങ്ങൾ എവിടെ പോകും? എന്നോടൊപ്പം നിൽക്കൂ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അവൻ പറഞ്ഞു, ഞങ്ങൾ ദേവന്മാരാണ്, ഇന്ദ്രൻ ഞങ്ങളുടെ അനുഗ്രഹമാണ്, അവനാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ വിശ്വരൂപൻ മന്ത്രങ്ങൾ ജപിച്ചു. ഇന്ന് സെന്ദ്ര ദേവന്മാർ അപ്രത്യക്ഷമാകും. ആ മന്ത്രങ്ങളോടെ തൃശിരു വളർന്നു. എല്ലാ ലോകങ്ങളിലും കർമ്മദ ദ്വിജൻ അഗ്നിയാൽ യാഗം ചെയ്ത സോമത്തെ കുടിക്കുന്നു. ഒരു വായിൽ അരി കഴിക്കുന്നു, മറുവായിൽ ശേന്ദ്രദേവന്മാരെയും കഴിക്കുന്നു. സോമപാനീയത്തിൽ സന്തുഷ്ടനായ ഇന്ദ്രൻ താൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് കണ്ട് ദേവന്മാരോടൊപ്പം ആശങ്കാകുലനായി. ആ ദേവന്മാരും ഇന്ദ്രനും ബ്രഹ്മാവിന്റെ അടുക്കൽ വന്നു. എല്ലാ യജ്ഞങ്ങളിലും യാഗം ചെയ്ത സോമത്തെ പ്രപഞ്ചം കുടിക്കുന്നു, നമുക്ക് ഒരു പങ്കുമില്ല. അസുരന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു, നമ്മൾ നശിക്കുന്നു. അതിനാൽ ഇനി മുതൽ നമുക്ക് എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാമെന്ന് കാണിച്ചു തരൂ. ബ്രഹ്മാവ് അവരോട് ഉത്തരം പറഞ്ഞു. ഭാർഗവ ദധിചി എന്ന മുനി തപസ്സു ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ബലിയർപ്പിച്ച് അസ്ഥികളിൽ നിന്ന് ഒരു ഇടിമിന്നലുണ്ടാക്കുക. ശ്രീകൃഷ്ണ അർജുന സംവദ് 3. അപ്പോൾ ദേവന്മാർ ദധിചി എന്ന മഹാമുനി തപസ്സു ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇന്ദ്രനും മറ്റു ദേവന്മാരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് എളിമയോടെ ചോദിച്ചു, സർ, നിങ്ങളുടെ തപസ് നന്നായി നടക്കുന്നുണ്ടോ? അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇതിന് ദധിചി പറഞ്ഞു, നിങ്ങൾ വന്നത് നല്ലതാണ്. ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നോട് പറയൂ. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. പിന്നെ അവർ പറഞ്ഞു, ലോകക്ഷേമത്തിനായി ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കണം. ആനന്ദത്തിലും ദുഃഖത്തിലും മനസ്സമാധാനമില്ലാതെ ഒരുപോലെ പ്രവർത്തിച്ച ഒരു മഹായോഗിയായ ആ ദധിചി തന്റെ ആത്മാവിനെ സമാധിയിലാക്കി ശരീരം ബലിയർപ്പിച്ചു. തന്റെ പരമാത്മാവ് ശരീരം വിട്ടുപോയപ്പോൾ ബ്രഹ്മാവ് തന്റെ അസ്ഥികൾ ശേഖരിച്ച് ഒരു ഇടിമിന്നലുണ്ടാക്കി. അഭേദ്യവും അദൃശ്യവുമായ ആ ഇടിമിന്നൽ വിഷ്ണുവിനെ കൊണ്ടുപോയി. അത് ഉപയോഗിച്ച് ഇന്ദ്രൻ വിശ്വരൂപനെ കൊന്നു. അവൻ അവന്റെ തലകൾ വെട്ടിക്കളഞ്ഞു. ഇതിനുശേഷം ഇന്ദ്രൻ വിശ്വരൂപന്റെ ശരീരം നീക്കി ബ്രഹ്മാവ് സൃഷ്ടിച്ച ശത്രുവായ വൃദ്രാസുരനെ കൊന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ വധത്തെ ഭയന്ന് ഇന്ദ്രൻ ദേവരാജ്യം 2 വിധത്തിൽ ഉപേക്ഷിച്ചു. അവൻ തന്റെ മനസ്സിൽ തണുത്തുറഞ്ഞ താമരവേരുമായി ചേർന്നു. അവിടെ തന്റെ ദിവ്യതേജസ്സോടെ താമരവേരിന്റെ ആന്തരിക നൂലിൽ പ്രവേശിച്ചു. അങ്ങനെ ബ്രഹ്മാവിന്റെ വധത്തെ ഭയന്ന് 3 ലോകങ്ങളുടെയും അധിപനായ ഇന്ദ്രൻ അപ്രത്യക്ഷനായി. ഒരു യമാനനില്ലാതെ ലോകത്തെ ഉപേക്ഷിച്ചു. ദേവന്മാരും ദേവതകളും ഒന്നിച്ചു. മഹാസായികളുടെ മന്ത്രങ്ങളും ഒന്നിച്ചു. അവബോധം അപ്രത്യക്ഷമായി. അസുരന്മാർ ഉടലെടുത്തു. വേദങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്ദ്രനില്ലാതെ ആർക്കും ദുർബലമായ ലോകങ്ങളിൽ എളുപ്പത്തിൽ വീഴാൻ കഴിയും.
അപ്പോൾ ദേവന്മാരും ഇസ്മാരും ആയുഷപുത്രനായ നഹുഷനെ ദേവരാജ്യത്തിൽ അഭിഷേകം ചെയ്തു. നഹുഷൻ സ്വർഗം ഭരിക്കുകയും നെറ്റിയിൽ 500 വിളക്കുകൾ വച്ചുകൊണ്ട് എല്ലാ വിളക്കുകളും കെടുത്തുകയും ചെയ്തു. പിന്നെ എല്ലാവരും സാധാരണ നിലയിലേക്ക് മടങ്ങി ആരോഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു. അപ്പോൾ നഹുഷൻ പറഞ്ഞു, ഇന്ദ്രൻ ആസ്വദിച്ചുകൊണ്ടിരുന്ന എല്ലാ സുഖങ്ങളും എന്റേതായി. പക്ഷേ എനിക്ക് ശശിദേവിയെ ലഭിച്ചിട്ടില്ല. അവൻ ചിന്തിച്ചു. അവളുടെ അടുത്തേക്ക് പോയി, അയ്യോ ഭാഗ്യവതി, ഞാൻ ദേവന്മാരുടെ ഇന്ദ്രനാകും, എന്നെ സേവിക്കുക. അപ്പോൾ ശചി പറഞ്ഞു, നീ സ്വഭാവത്താൽ ഒരു മതവിശ്വാസിയാണ്, സോമവംശത്തിൽ ജനിച്ചവനാണ്, അതിനാൽ നീ നിന്റെ ഭാര്യയുടെ മേൽ നിർബന്ധിക്കരുത്. അപ്പോൾ നഹുഷൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇന്ദ്രന്റെ സ്ഥാനത്താണ്, അതിനാൽ ഇന്ദ്രരാജ്യത്തിലെ എല്ലാ മഹത്തായ കാര്യങ്ങളും എന്റേതാണ്, ഇതിൽ തെറ്റൊന്നുമില്ല. നീ ഇന്ദ്രന്റെ സേവനത്തിന് യോഗ്യനല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഒരു വ്രതം ഇതുവരെ നിറവേറ്റിയിട്ടില്ല, അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിന്റെ അടുക്കൽ വരും എന്ന് പറഞ്ഞു. നഹുഷ എന്ന് പറഞ്ഞു അവൻ പോയി. അപ്പോൾ ദുഃഖിതയായ സചി ഭർത്താവിന്റെ ദർശനം തേടി നഹുഷനെ ഭയന്ന് ബൃഹസ്പതിയുടെ അടുക്കൽ വന്നു. അവളെ വളരെ ദുഃഖിതയായി കണ്ടപ്പോൾ അവൾ ധ്യാനത്തിൽ സമർപ്പിതയും ഭർത്താവിന്റെ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവളുമാണെന്ന് കരുതി, ഈ വ്രതത്തോടെ നീ തപസ്സിനൊപ്പം അനുഗ്രഹീതനായ ഉപശ്രുതിയെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവൾ നിനക്ക് ഇന്ദ്രന്റെ ദർശനം നൽകും. ശ്രീകൃഷ്ണ അർജുന സംവാദം 4. അത്യധികം ഉത്സാഹത്തോടെ ദേവി സച്ചിയെ മന്ത്രങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ഉപശ്രുതി വിളിച്ചു. ഉപശ്രുതി സച്ചിയുടെ അടുക്കൽ വന്നു ചോദിച്ചു, നീ എന്നെ വിളിച്ചതുപോലെ ഞാൻ ഇവിടെയുണ്ട്, ഞാൻ എന്തു ചെയ്യണം? സച്ചി തല കുനിച്ചു പ്രാർത്ഥിച്ചു, അയ്യോ ദേവി, ദയവായി എന്റെ ഭർത്താവിനെ എനിക്ക് കാണിച്ചു തരൂ. നീ യഥാർത്ഥ രൂപവും വ്യാജരൂപവുമല്ലേ? പിന്നെ തന്റെ ഭാര്യയെ ഒരു കിടങ്ങിൽ കണ്ടപ്പോൾ ഇന്ദ്രൻ ചിന്തിച്ചു, ഓ, എനിക്ക് മറ്റൊരു ദുരന്തം നേരിടേണ്ടി വന്നിരിക്കണം. അവൾ എന്നെ കണ്ടെത്തിയിട്ടുണ്ടാകില്ല, അവൾ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുന്നു. അവൻ അവളോട് ചോദിച്ചു, നിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അവൾ പറഞ്ഞു, നഹുഷൻ എന്നെ ഭാര്യയായി വിളിച്ചു, ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട്. ഇതിന് ഇന്ദ്രൻ പോയി നഹുഷനോട് പറഞ്ഞു, ഋഷിമാർ വഹിച്ചുകൊണ്ടുപോയ പുരാതന വാഹനത്തിൽ എന്നെ കൊണ്ടുപോകൂ, ഇതുവരെ ഞാൻ വളരെ വലിയ വാഹനങ്ങളിൽ സഞ്ചരിച്ചു, നീ മറ്റൊരു വാഹനത്തിൽ എന്റെ അടുക്കൽ വരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ സന്തോഷത്തോടെ പോയി. ഇന്ദ്രൻ താമരയുടെ അടുത്തേക്ക് മടങ്ങി. അപ്പോൾ നഹുഷൻ ഇന്ദ്രന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നീ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞ കാര്യം നഹുഷിനോട് പറഞ്ഞപ്പോൾ മുനിമാർ വഹിച്ചുകൊണ്ടിരുന്ന വാഹനത്തിൽ കയറി സച്ചിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ മൈത്രവരുണിയും കുംഭയോണിയുടെ ഭാര്യ ആകാശയും നഹുഷനെ കാലുകൊണ്ട് സ്പർശിച്ചു പറഞ്ഞു, ഹേ പാപിയും നിഷ്ക്രിയനുമായ അടിമേ, ഭൂമിയിൽ വീഴൂ, പർവ്വതങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു പാമ്പായിരിക്കൂ. അപ്പോൾ നഹുഷൻ ആ യാത്രയിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുവീണു. അതിനുശേഷം 3 ലോകങ്ങളും വീണ്ടും ഇന്ദ്രനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ദേവന്മാരും മുനിമാരും ഇന്ദ്രനെ സമീപിക്കാൻ വിഷ്ണുവിനെ കീഴടക്കി, ഹേ ഭഗവാനെ, ബ്രഹ്മാവിനെ കൊന്ന ഇന്ദ്രനെ രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിച്ചു. വരം ലഭിച്ച ശേഷം ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രൻ അശ്വമേധയാഗം നടത്തട്ടെ, അതുവഴി അവൻ തന്റെ സ്ഥാനം നേടും. ഇന്ദ്രനെ കാണാത്ത ദേവന്മാരും മുനിമാരും പറഞ്ഞു, ഭാഗ്യവാനായ ദൈവമേ, ഇന്ദ്രനെ വിളിക്കൂ. ശചി അതേ തടാകത്തിലേക്ക് മടങ്ങിയപ്പോൾ ഇന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ബൃഹസ്പതിയുടെ അടുത്തെത്തി. ബൃഹസ്പതി അശ്വമേധം മഹത്തായ ചടങ്ങ് ക്രമീകരിച്ചു. ആ ചടങ്ങിനായി കൃഷ്ണന്റെ നിറമുള്ള ഒരു കുതിരയെ ഉണ്ടാക്കി ആ കുതിരയിൽ കയറി ദേവന്മാരുടെ നേതാവായ ഇന്ദ്രനെ തന്റെ സ്ഥാനത്തേക്ക് വരാൻ ക്ഷണിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്തു. പിന്നെ ദേവന്മാരുടെയും മുനിമാരുടെയും പ്രശംസയ്ക്ക് പാത്രമായ ദേവന്മാരുടെ രാജാവ് സ്വർഗത്തിൽ പ്രവേശിച്ച് ശുദ്ധനായി ബ്രഹ്മാവിനെ കൊന്നതിന്റെ കുറ്റം സ്ത്രീകൾക്കും അഗ്നിക്കും വനദേവന്മാർക്കും പശുക്കൾക്കും ഇടയിൽ വിഭജിച്ചു. അങ്ങനെ ബ്രഹ്മാവിന്റെ മഹത്വത്തിന്റെ വർദ്ധിച്ച സ്വാധീനത്തിൽ ഇന്ദ്രൻ തന്റെ ശത്രുവിനെ കൊന്നു തന്റെ സ്ഥാനത്തേക്ക് മടങ്ങി. നഹുഷന്റെ ശാപത്തിൽ നിന്ന് മോചനത്തിനായി ദേവന്മാരും മുനിമാരും അഗസ്ത്യനോട് പ്രാർത്ഥിച്ചു. ധനികനും നീതിമാനുമായ നഹുഷവംശത്തിൽ ജനിച്ച യുധിഷ്ഠിരൻ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ഭീമനും നഹുഷനും മോചനം ലഭിക്കും. അഗസ്ത്യൻ മറുപടി പറഞ്ഞു. ശ്രീകൃഷ്ണ അർജുന സംവാദം 5. പണ്ട് ഭരദ്വാജ മഹർഷി ഗംഗയിൽ വന്ന് ദാനധർമ്മങ്ങൾ ചെയ്തുവെന്നും ഭഗവാൻ പറഞ്ഞു. അവിടെ ലോകത്തെ 3 ഘട്ടങ്ങളിലായി അളന്ന വിഷ്ണു വന്നു. ഭരദ്വാജൻ വെള്ളത്തിൽ കൈമുക്കി നെഞ്ചിൽ ഒരു അടയാളം വച്ചു. ബൈക്കു മഹർഷിയുടെ ശാപം കാരണം അഗ്നി സർവശക്തനായി. ദേവന്മാർക്ക് ഭക്ഷണം അർപ്പിച്ചു. അത് കഴിച്ചാൽ അസുരന്മാരെ പരാജയപ്പെടുത്തുമെന്ന് അവൾ വിശ്വസിച്ചു. വ്രതത്തിന്റെ അവസാനം ബുദ്ധൻ അവിടെയെത്തി ദാനധർമ്മം ചോദിച്ചു. മറ്റുള്ളവരല്ല, ദേവന്മാരാണ് ആദ്യം ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിഥി അദ്ദേഹത്തിന് ദാനധർമ്മം ചെയ്തില്ല. തനിക്ക് ദാനധർമ്മമില്ലെന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണനായ ബുദ്ധൻ കോപാകുലനായി അതിഥിയുടെ വയറ്റിൽ വേദനയുണ്ടാക്കി. അന്ധനാർ എന്ന വിവസ്വന്തനെ പോലും അടുത്ത ജന്മത്തിൽ അതിഥിയുടെ വയറ്റിൽ കൊല്ലണം. അദ്ദേഹം ശപിച്ചു. അമ്മയായ അതിഥിയുടെ വയറ്റിലെ മുട്ട നശിപ്പിക്കപ്പെട്ടു. വിവസ്വന്തൻ ഒരു ചത്ത മുട്ടയിൽ നിന്ന് ജനിച്ചതിനാൽ അദ്ദേഹം ത്യാഗത്തിന്റെ ദേവനായ മാർത്താണ്ഡനായി.
ദക്ഷപ്രജാപതിക്ക് 60 പുത്രിമാരുണ്ടായിരുന്നു. അവരിൽ 13 പേരെ കശ്യപനും 10 പേരെ ധർമ്മനും 10 പേരെ മനുവും 27 പേരെ ചന്ദ്രനും നൽകി. തുല്യരായവരെയെല്ലാം നക്ഷത്രങ്ങൾ എന്ന് വിളിച്ചിരുന്നു. അവരിൽ ചന്ദ്രൻ രോഹിണിയോട് കൂടുതൽ സ്നേഹം വളർത്തി. മറ്റ് ഭാര്യമാർ അസൂയപ്പെട്ടു പിതാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, നാമെല്ലാവരും ശക്തിയിൽ തുല്യരാണെങ്കിലും ചന്ദ്രന് രോഹിണിയോട് കൂടുതൽ സ്നേഹമുണ്ട്. അദ്ദേഹം ചന്ദ്രനെ ക്ഷയരോഗം പിടിപെടാൻ ശപിച്ചു. ആ ശാപം മൂലം ചന്ദ്രൻ രോഗബാധിതനായി. അതിനാൽ ദക്ഷന്റെ അടുത്തേക്ക് പോയി, നീ തുല്യനല്ലാത്തതിനാൽ എന്ന് അദ്ദേഹം മറുപടി നൽകി. അവിടത്തെ മുനിമാർ അവനോട് പറഞ്ഞു, പടിഞ്ഞാറൻ സമുദ്രത്തിൽ പോയി ഹിരണ്യസരഷ്ടിയിൽ കുളിക്കുക. അതനുസരിച്ച് അദ്ദേഹം അവിടെ പോയി ഹിരണ്യസരഷ്ടിയിൽ കുളിച്ചു. ദക്ഷന്റെ ശാപത്തിൽ നിന്ന് മുക്തനായി. ചന്ദ്രൻ ആ സ്ഥാനത്ത് ഇരുന്നതിനാൽ ആ സ്ഥാനം പ്രഭാസ എന്നറിയപ്പെട്ടു. ആ ശാപം കാരണം ഇപ്പോഴും ചന്ദ്രൻ ഇരുണ്ട ഘട്ടത്തിൽ അമാവാസി വരെ ക്ഷയിക്കുന്നു. പ്രകാശത്തിന്റെ പ്രതീതിയിൽ പൂർണ്ണചന്ദ്രൻ വരെ അത് വളരുന്നു. അതിന്റെ ശരീരം ഒരു മേഘത്താൽ മൂടപ്പെട്ടതായി തോന്നുന്നു. അതിന് ഒരു മേഘത്തിന്റെ നിറമുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ ഒരു മുയലിന്റെ അടയാളം അതിൽ ദൃശ്യമാണ്. മേരുപർവ്വതത്തിന്റെ വടക്കുകിഴക്കൻ കൊടുമുടിയിൽ സ്കുലശിരസു എന്ന മുനി തപസ്സു ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം തപസ്സു ചെയ്യുമ്പോൾ എല്ലാത്തരം സുഗന്ധങ്ങളും വഹിക്കുന്ന ഒരു പുതിയ കാറ്റ് വീശി അദ്ദേഹത്തിന്റെ ശരീരത്തെ സ്പർശിച്ചു. ദരിദ്രനും തപസ്സുകൊണ്ട് കുളിർപ്പിച്ച ശരീരവുമുള്ളതിനാൽ കാറ്റ് വീശുന്നത് അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം മനസ്സിൽ വളരെ സന്തോഷിച്ചു. അങ്ങനെ കാറ്റിൽ തൃപ്തനായ അദ്ദേഹം അവിടുത്തെ സസ്യങ്ങൾ പൂത്തുലഞ്ഞു മനോഹരമായി, നിങ്ങൾ ഒരിക്കലും പൂക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവയെ ശപിച്ചു. വീണ്ടും നാരായണൻ ലോകത്തിന്റെ പ്രയോജനത്തിനായി വടവമുഖൻ എന്ന മുനിയായി. മേരുപർവ്വതത്തിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമുദ്രം അദ്ദേഹത്തെ വിളിക്കാൻ വന്നില്ല. പിന്നെ അത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചൂട് കാരണം സമുദ്രജലം നിശ്ചലമായി. അതിന്റെ വെള്ളം ഒരു വിയർപ്പ് തുള്ളി പോലെ ഉപ്പുരസമായി. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓ സമുദ്രമേ, നിങ്ങളുടെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാതായി മാറട്ടെ. പക്ഷേ വടവമുഖൻ അത് വീണ്ടും വീണ്ടും കുടിക്കുന്നു. അത് മധുരമായി മാറുന്നു. അതുപോലെ വടവമുഖൻ ഇപ്പോഴും സമുദ്രജലം കുടിക്കുന്നു. രുദ്ര ഹിമവതപർവന്റെ മകളായ കനായെ ആഗ്രഹിച്ചു. ഭൃഗുമുനിയും ഹിമവന്തയുടെ അടുക്കൽ വന്ന്, എനിക്ക് കനായി തരൂ എന്ന് ചോദിച്ചു. ഹിമവന്തൻ പറഞ്ഞു, രുദ്രയാണ് അവളുടെ വരൻ എന്ന് എനിക്കറിയാം. ബൈഗു പറഞ്ഞു, കനായെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു വന്ന എന്നെ നീ നിരസിച്ചതിനാൽ നിനക്ക് ഇനി രത്നങ്ങൾ ലഭിക്കില്ല. ഇപ്പോഴും ആ മുനിയുടെ വാക്കുകൾ സത്യമാണ്. അത്തരം മഹത്വം ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ്. ക്ഷത്രിയ ജാതിയും ബ്രാഹ്മണരുടെ കൃപയാൽ മാത്രമാണ് നിത്യവും അക്ഷയവുമായ ഭൂമിയെ ഭാര്യയായി ആസ്വദിക്കുന്നത്. ബ്രഹ്മാവ് അഗ്നിയുടെയും സോമന്റെയും രൂപത്തിലാണ്. ലോകം അതിൽ നിലകൊള്ളുന്നു. ഇക്കാര്യത്തിൽ ഈ വാക്യമുണ്ട്, സൂര്യനും ചന്ദ്രനും അഗ്നിയും സോമനും എന്റെ കണ്ണുകളാണ്, അവരുടെ കിരണങ്ങൾ എന്റെ മുടിയാണ്. സൂര്യനും ചന്ദ്രനും വെവ്വേറെ ഉദിക്കുകയും ലോകത്തിന് ഊഷ്മളതയും സന്തോഷവും നൽകുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ അർജുന സംവദ 7. അനുഗ്രഹീതൻ തുടർന്നു പറഞ്ഞു, ശരീരത്തിൽ 3 ഘടകങ്ങൾ മാത്രമാണ് ഉള്ളത്. അവയെ കർമ്മം എന്ന് വിളിക്കുന്നു. പിത്ത, ശ്രേഷ്ഠ, വായു. ഈ സംഘത്തെ സൃഷ്ടിക്കുന്ന 3 ഘടകങ്ങൾ ഇവയാണ്. ഇവയാണ് മൃഗത്തെ അലങ്കരിക്കുന്നത്. ഇവ നശിച്ചാൽ മൃഗവും നശിപ്പിക്കപ്പെടുന്നു. അതിനാൽ ആയുർവേദം അറിയുന്നവർ എന്നെ ത്രിധാതു എന്ന് വിളിക്കുന്നു. ഹേ ഭാരത, ലോകത്തിലെ ഏറ്റവും ആദരണീയമായ മതത്തെ വൃഷ് എന്ന് വിളിക്കുന്നു. വേദനിഘണ്ടുവിൽ വൃഷമാണ് മതം എന്ന് പറയുന്നു. അതിനാൽ ഞാൻ ഏറ്റവും മികച്ച വൃഷാണെന്ന് അറിയുക. കവി എന്നാൽ ഏറ്റവും മികച്ച വരാഹം എന്നാണ് അർത്ഥമാക്കുന്നത്. മതത്തെ വൃഷ് എന്ന് വിളിക്കുന്നു. അതിനാൽ കശ്യപ പ്രജാപതി എന്നെ വൃഷകവി എന്ന് വിളിച്ചു. ഒരു സൂറത്തിനും എന്റെ തുടക്കമോ മധ്യമോ അവസാനമോ അറിയില്ല. അതിനാൽ ലോകനാഥനായ എന്നെ അജ്ഞാതൻ, മനസ്സിലാക്കാൻ കഴിയാത്തവൻ, പരിധിയില്ലാത്തവൻ എന്ന് വിളിക്കുന്നു. ഹേ ധനഞ്ജയ, ഞാൻ ശുദ്ധവും ശ്രവണപരവുമായ വാക്കുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഞാൻ മോശം വാക്കുകൾ കേൾക്കുന്നില്ല. അതിനാൽ എന്നെ ശുദ്ധ ശ്രോതാവ് എന്ന് വിളിക്കുന്നു. 100 ഘന അടി വലിപ്പമുള്ള ഒരു പന്നിയുടെ രൂപത്തിൽ ഞാൻ ഈ ഭൂമിയെ ഉയർത്തി ലോകത്തിന് സന്തോഷം നൽകി. അതിനാൽ ഞാൻ ഒറ്റക്കൊമ്പനാണ്. അതുപോലെ ഒരു പന്നിയുടെ രൂപത്തിൽ എനിക്ക് 3 കൈകളുണ്ട്, 3 കൊമ്പുകൾ ഉള്ളതിനാൽ ഞാൻ പ്രശസ്തനാണ്. കപിലന്റെ ദർശനങ്ങൾ വിരിഞ്ചൻ എന്ന് വിളിക്കുന്ന പ്രജാപതിയാണ് ഞാൻ. ജീവൻ നൽകുകയും എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കുകയും ചെയ്തവൻ. സിദ്ധാന്തം സ്ഥാപിച്ച സാങ്ക്യന്മാർ ഞാൻ നിത്യനും അറിവ് നിറഞ്ഞവനും ആദിയിൽ ഉണ്ടായിരുന്നവനുമാണെന്ന് പറയുന്നു. വേദങ്ങളിൽ എന്നെ ഹിരണ്യഗർഭൻ, പ്രകാശകൻ എന്ന് വിളിക്കുന്നു. യോഗികൾ എന്നെ ദിവസവും ആരാധിക്കുന്നു. അതിനാൽ ഭൂമിയിൽ എന്നെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു. 21,000 ഋഗ്വങ്ങൾ ചേർന്ന ഋഗ്വമാണ് ഞാൻ എന്ന് അവർ പറയുന്നു. 1000 ശാഖകളുള്ള സാമവേദം വേദങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ആരണ്യകത്തിൽ വൈബ്രൻ എന്നെക്കുറിച്ചു പാടുന്നു. എന്റെ ഭക്തർ വിരളമാണ്. 101 ശാഖകളുള്ള യൗർവേദത്തിൽ പോലും എന്നെ സ്തുതിക്കുന്നു. അഥർവവേദം പഠിച്ച ബ്രാഹ്മണർ എന്നെ 5 ആശയങ്ങളുടെ വേദം എന്ന് വിളിക്കുന്നു. അവയെ പ്രവൃത്തികളുമായി സംയോജിപ്പിക്കുന്നു.
വേദങ്ങളിലെ വിഭജനങ്ങൾ, ശാഖകളിലെ ഗാനങ്ങൾ, ശബ്ദങ്ങളുടെ സമന്വയം ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചതാണ്. ഹേ പാർത്ത, വരങ്ങൾ ലഭിച്ചവനും പ്രകടമാകുന്നവനും ഹയഗ്രീവനല്ലയോ? വടക്കുഭാഗത്തുള്ള ശരീരത്തിന്റെ വിഭജനവും അക്ഷരങ്ങളുടെ വിഭജനവും ഇത് അറിഞ്ഞത് ഞാനാണ്. മഹാനായ പാഞ്ചാലൻ വാമദേവന് കാണിച്ചതുപോലെ എന്നെ ആരാധിക്കുകയും എന്റെ യാഗത്തിൽ നിന്ന് വേദങ്ങളുടെ വിഭജനം നേടുകയും ചെയ്തു. നിത്യപുരുഷൻ. ആ സമയത്ത് പാപാരവ്യ ഗോത്രത്തിൽ ജനിച്ച് നാരായണനിൽ നിന്ന് വരവും തുടർച്ചയായ യോഗവും സ്വീകരിച്ച് ശരീരത്തെയും വേദാന്തത്തെയും ശിക്ഷ യായി രചിക്കുകയും ശരീരവിഭജനത്തിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്തു. പുണ്ടരീക വംശത്തിൽ ജനിച്ച ബ്രഹ്മദത്തൻ 7 ജന്മങ്ങളിൽ ജനനമരണ ദുഃഖങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുകയും ഏകാന്തതയിൽ നിന്ന് യോഗ സമ്പത്ത് നേടുകയും ചെയ്തു. പണ്ട് കാരണമാറ്റത്തിലൂടെ മഹാഗുരുക്കന്മാരുടെ പ്രാർത്ഥനയിലൂടെ ഞാൻ ധർമ്മപുത്രനായി. അതുകൊണ്ടാണ് എന്നെ ധർമ്മജനെന്ന് വിളിക്കുന്നത്. പിന്നെ നരനാരായണൻ ധർമ്മരഥത്തിൽ കയറി കാന്തമാട പർവ്വതത്തിൽ അനന്തമായ തപസ്സു ചെയ്തു. ആ സമയത്ത് ദക്ഷയാഗം നടക്കുകയായിരുന്നു. ഹേ ഭാരത, ദക്ഷൻ രുദ്രന് തന്റെ പങ്ക് നൽകിയില്ല. അതിനാൽ തതിയുടെ വാക്കുകൾ കേട്ട രുദ്രൻ യാഗം നശിപ്പിച്ചു. കോപത്തോടെ അവൻ തന്റെ ജ്വലിക്കുന്ന ത്രിശൂലം ഉപയോഗിച്ചു. ആ കുന്തം ദക്ഷന്റെ വിശാലമായ യാഗത്തെ കത്തിച്ചു. വേഗത്തിൽ പദാരികാശ്രമത്തിലെത്തി നാരായണന്റെ തലയിൽ വീണു. ഹേ പാർത്ത, നാരായണനായ എന്റെ മുടി അതിന്റെ തിളക്കം കാരണം പ്രഭാതത്തിന്റെ മഹത്വത്തിന്റെ നിറമായി മാറിയിരിക്കുന്നു. അതിനാൽ അത് പ്രഭാതത്തിന്റെ മഹത്വമാണെന്ന് ഞാൻ കരുതി. മഹാനാരായണന്റെ ഗർജനത്താൽ ഓടിച്ചുകളഞ്ഞ ആ കുന്തം ശങ്കരന്റെ കൈകളിലേക്ക് പോയി. പിന്നെ രുദ്രൻ തപസ്സു ചെയ്യുന്ന ആ 2 മുനിമാരുടെ അടുത്തേക്ക് വന്നു. പിന്നെ മഹാനാരായണൻ കൈകൊണ്ട് കഴുത്തിൽ ഞെരിച്ചു. അവിടെ നിന്ന് രുദ്രന് സിദ്ധികണ്ഠം എന്ന് പേരിട്ടു. പിന്നെ നരൻ രുദ്രനെ നശിപ്പിക്കാൻ ഒരു കാളത്തലയുള്ള വടി ഉണ്ടാക്കി. അത് ഒരു വലിയ മനുഷ്യനായി. അവൻ അത് എറിഞ്ഞപ്പോൾ രുദ്രൻ അതിനെ കഷണങ്ങളാക്കി. അങ്ങനെ വടി ഒടിഞ്ഞതിനാൽ എന്നെ കണ്ടപരശു എന്ന് വിളിച്ചു.